കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കം ഉണ്ടായ പാലാ ഈരാറ്റുപേട്ട റൂട്ടിലുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ യാത്ര. നമുക്ക് ആ വെള്ളപ്പൊക്കത്തിലുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ ഈ യാത്രയിൽ നമുക്കൊന്ന് കാണാം. ഇവിടെ എല്ലാം കഴിഞ്ഞ ദിവസം എല്ലാം വെള്ളമായിരുന്നു, ഭയങ്കര മുട്ടപ്പം വെള്ളം കയറിയ സ്ഥലമാണിത്. ഇപ്പോൾ ഈരാറ്റുപേട്ടയിലൂടെയാണ് വണ്ടി പോകുന്നത്. കടയൊക്കെ ഓണായി വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമെല്ലാം ഇവിടെ എല്ലാം മുട്ടപ്പം വെള്ളമായിരുന്നു. സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കടകളിലെല്ലാം വെള്ളം കയറി ലക്ഷങ്ങളും കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 2018 പോലും ഇത്രയും വലിയൊരു പ്രളയം ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടില്ല. ഈ കടകളിലെല്ലാം വെള്ളം കയറി. ഇത് പൂഞ്ഞാറിലേക്ക് വന്ന PTMSൻ്റെ ഒരു ബസ്, കട്ടപ്പനയ്ക്ക് വന്നൊരു പ്രിയദർശിനി ബസ്. ഇവിടെ എല്ലാം ചെളിയും മണ്ണും നിറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സാധനങ്ങളെല്ലാം വെളി ഇട്ടേക്കുവാണ്. പാലനെയും ഈരാറ്റുപേട്ടനെയും ഒരുപാട് ബാധിച്ചൊരു വെള്ളപ്പൊക്കമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ വെള്ളപ്പൊക്കം. ഇപ്പോൾ വെള്ളം പോകാൻ മെയിൻ കാരണം വെച്ചാൽ ഈ മണലുവാരലില്ലാത്തതുകൊണ്ടാണ്. മണലുവാരലുണ്ടായിരുന്നപ്പോൾ ഒരു പരിധിവരെ വെള്ളപ്പൊക്കമൊക്കെ തടഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു 5-6 കൊല്ലമായിട്ടാണ് ഈ സംഭവം ഓരോ വർഷം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മീനച്ചിലാറ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ജലനിരപ്പ് കുറച്ച് താഴ്ന്നിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം ചെല്ലുന്ന വെള്ളം കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഇനി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. പാലാ ഈരാറ്റുപേട്ടയൊക്കെ മാക്സിമം ഒരു ദിവസം അതിക്കുള്ളൊന്നും വെള്ളം നിൽക്കത്തില്ല. പക്ഷേ പടിഞ്ഞാറൻ മേഖലയിലോട്ട് പോകുമ്പോഴത്തേന് വെള്ളം താഴാൻ ഭയങ്കര താമസമാണ്. കുട്ടനാട് ഈരാറ്റുപേട്ടയിലെ വെള്ളം അന്ന് തന്നെ താന്നു. കുറച്ച് നേരം മണിക്കൂറുകൾ മാത്രമേ ഉള്ളായിരുന്നു. പാലായിലെ വെള്ളം ഇന്നലെയും കൂടെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് കടയുടെ എല്ലാം ഫ്രണ്ടിൽ ഇതുപോലെ സാധനങ്ങൾ നിരത്തിയിട്ടേക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ കടകളും ക്ലീനിങ്ങാണ്. ഇങ്ങനെ പനക്കപ്പാലം എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് വെള്ളം താഴാൻ ഇച്ചിരി താമസമുള്ളൊരു പ്രദേശം. ഇവിടെ ഇന്നലെ വരെ വെള്ളക്കെട്ടായിരുന്നു. ഏറ്റവും പെട്ടെന്ന് വെള്ളം പൊങ്ങുന്നൊരു ഏരിയയാണ് പനക്കപ്പാലം. നമ്മുടെ ഇടത് സൈഡിലാണ് മീനച്ചിലാറിൻ്റെ ഒപ്പമാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫർണിങ്ങാനം എത്തി. ആറ് നിറഞ്ഞാണ് നിൽക്കുന്നത്. ഇന്ന് ബസ് സർവീസുകളൊക്കെ കുറവാണ്. ഒന്ന് ടൗണൊക്കെ ഓണായി വരാനൊരു 2 ദിവസം നാളത്തേനെ ആവുമായിരിക്കും. ഇന്നും മഴ പെയ്യാതിരിക്കുവാണെങ്കിൽ നാളത്തേന് ഒന്ന് ഓണായി വരും. അങ്ങനെ പാലായിലെത്തിയിരിക്കുകയാണ്. പാലായിൽ ഇന്നലെ വരെ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ മീനച്ചിലാറിൻ്റെ സൈഡിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈ മണൽവാരലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പൊൻകുന്നം പോകുന്ന പാലമാണ് കാണുന്നത്. കുരിശുപള്ളി, പാലാ കുരിശുപള്ളി. കടയുടെ ഫ്രണ്ടിലെല്ലാം സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം.
എത്ര കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. തുണിക്കടകളെയൊക്കെ ഒരുപാട് ബാധിച്ചൊരു വെള്ളപ്പൊക്കമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ വെള്ളപ്പൊക്കം. ഇങ്ങനെ മഹാറാണി ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇടത്ത് കിടക്കുന്ന വഴിയാണ് തൊടുപുഴയ്ക്ക് പോകുന്ന വഴി. ഇവിടെ എല്ലാം വെള്ളക്കെട്ടുണ്ട്, ഇപ്പോഴും വെള്ളക്കെട്ട് ഇവിടെയുണ്ട്. ഇത് കോളേജ് വഴിയാണ്. ഇവിടെ എല്ലാം വെള്ളക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങൾ വെളിയിലൊക്കെ ഇട്ടേക്കുക. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വെള്ളപ്പൊക്കമായിരുന്നു ഇത്, ഒട്ടും പ്രതീക്ഷിച്ചില്ല.